ഗുഡ് ഈവനിംഗ് അമേരിക്ക, ഗുഡ് മോർണിംഗ് ഇന്ത്യ. MCN ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ന്യൂവെറ്റ് ഗിൻഗ്രിച്ചിന്. ഒക്യുപൈ ലോസ് ആഞ്ചലസ്, 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അമേരിക്ക മെക്സിക്കൻ അതിർത്തികളിൽ തുരങ്കങ്ങൾ നിർമ്മിച്ച പ്രതിക്ക് കഠിനത. ഞാൻ ജയൻ ശാസ്തമംഗലം. വാർത്തകൾ വിശദമായി. ന്യൂഹാംഷീറിലെ പ്രഥമ തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ന്യൂവെറ്റ് ഗിൻഗ്രിച്ചിന് മുൻതൂക്കം. പ്രസിഡന്റ് ബറാക് ഒബാമയ്ക്ക് ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് റിപ്പോർട്ടുകൾ. Secular is a term that comes actually from the Latin seculare, meaning a century. And it basically says life is very limited, so you might as well get the most you can now. A belief in God is the precise opposite. It's a belief that we are all part of an eternity. And that eternity stretches behind us and ahead of us. ന്യൂ ഹാംഷെയറിലെ പ്രഥമ തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ന്യൂവെറ്റ് ഗിൻഗ്രിച്ചിന് മുൻതൂക്കം. ഇതോടെ പ്രസിഡന്റ് ബറാക് ഒബാമ വീണ്ടും തെരഞ്ഞെടുക്കപ്പെടില്ലെന്ന് ഉറപ്പായി. ഗിൻഗ്രിച്ചിലൂടെ പുതിയ നേതൃത്വം അമേരിക്കയ്ക്ക് ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് ജനങ്ങൾ. 40 വർഷത്തോളമായി ഗിൻഗ്രിച്ച് അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ ഹൌസ് അംഗമായി പ്രവർത്തിക്കുന്നു. ബാലൻസ്ഡ് ബജറ്റ് രൂപീകരണം, ഡെമോക്രാറ്റ് പ്രസിഡന്റുമായുള്ള രാഷ്ട്രീയ വെല്ലുവിളികൾ തുടങ്ങിയവയിൽ ഏറ്റവും മുന്നിലായിരുന്നു ഗിൻഗ്രിച്ച്. അമേരിക്കയുടെ വികസനമാണ് ന്യൂവെറ്റ് ഗിൻഗ്രിച്ച് വോട്ടേഴ്സിന് വാഗ്ദാനം നൽകുന്നത്. രാജ്യം മുഴുവനുമുള്ള ജനങ്ങളുടെ അനുകമ്പ പിടിച്ചുപറ്റാനാണ് സ്ഥാനാർത്ഥികൾ ശ്രമിക്കുന്നത്. നമ്മുടെ രാജ്യം സാമ്പത്തികമായി അപകടാവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ ദുർഘട സ്ഥിതിയെ നിസ്സാരമായി കാണാനാകില്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതെല്ലാം ഒബാമയ്ക്ക് ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്നാണ് റിപ്പോർട്ടുകൾ തെളിയിക്കുന്നത്. പരിചയസമ്പത്തും നേതൃത്വ ഗുണങ്ങളും രാജ്യത്തെ എങ്ങനെ നയിക്കണമെന്നുള്ള ദീർഘവീക്ഷണവും ന്യൂവെറ്റ് ഗിൻഗ്രിച്ചിന് ഉണ്ടെന്നാണ് പോളുകൾ വ്യക്തമാക്കുന്നത്. ഒക്യുപൈ ലോസ് ആഞ്ചലസിലെ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തിങ്കളാഴ്ചയോടെ സിറ്റി ഹാൾ പാർക്ക് ഒഴിയണമെന്ന് കഴിഞ്ഞ ദിവസം ലോസ് ആഞ്ചലസ് പ്രക്ഷോഭകർക്ക് മേയർ നിർദ്ദേശം നൽകിയിരുന്നു. ലോസ് ആഞ്ചൽസ് സിറ്റി ഹാൾ മൈതാനത്ത് നടക്കുന്ന വാൾസ്ട്രീറ്റ് പ്രക്ഷോഭം അവസാനിപ്പിച്ച് പ്രക്ഷോഭകർ പാർക്ക് വിട്ടുപോകാനായുള്ള ലോസ് ആഞ്ചൽസ് മേയർ നൽകിയ സമയപരിധി ഇന്ന് അവസാനിക്കും. We're asking the participants in the Occupy LA encampment to begin to pack their belongings and to leave City Hall Park in an orderly manner. Now, we've worked hard and will continue to work hard to ensure that this chapter will be known as the peaceful, nonviolent event that reminded our city of these essential truths. We cannot and we must not neglect social justice. പ്രക്ഷോഭകർ ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഇവർ ഒഴിഞ്ഞുപോകാൻ തയ്യാറല്ലെന്ന് അറിയിച്ചതുമാണ്. എന്നാൽ പ്രക്ഷോഭകരെ ബലം പ്രയോഗിച്ച് മൈതാനത്ത് നിന്ന് പുറത്താക്കില്ലെന്നും സമവായത്തിലൂടെ സമാധാനപരമായി ഇവർ പുറത്തു പോകുമെന്നാണ് തങ്ങൾ കരുതുന്നതെന്നും ലോസ് ആഞ്ചൽസ് സിറ്റി പോലീസ് മേധാവി ചാർലി ബെക്ക് പറഞ്ഞു. ലോസ് ആഞ്ചൽസ് ക്യാമ്പിൽ 485 ടെന്റുകളാണ് ഇപ്പോഴുള്ളത്. സമയപരിധി അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ നേരത്തെ സമരവേദി വിട്ടവർ കൂടി തിരികെ വന്നിരിക്കുകയാണ്. പാർക്കിൽ പ്രക്ഷോഭകർ രാത്രികാല പാർട്ടികളും പാട്ടും കൊട്ടുമായി ആഘോഷമായാണ് ഇപ്പോൾ നിൽക്കുന്നത്. ചില പ്രവർത്തകർ പാർക്കിലെ മരങ്ങളിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണെന്ന് ലോസ് ആഞ്ചൽസ് സിറ്റി ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ലോസ് ആഞ്ചൽസ് സിറ്റി ഹാൾ പരിസരത്ത് നടക്കുന്ന സമരത്തെ പോലീസ് സമാധാനപരമായ സമീപനത്തോടെയാണ് നേരിടുന്നത്. ഇതുവരെയും ഒരാളെ പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല. പ്രക്ഷോഭകർ ലോസ് ആഞ്ചൽസ് സിറ്റി ഹാൾ പാർക്കിന്റെ പേര് സോളിഡാരിറ്റി പാർക്ക് എന്ന് പുനർനാമകരണം ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട്. സമയപരിധി ഇന്ന് അർദ്ധരാത്രിയോടെ അവസാനിക്കുമ്പോൾ പാർക്കിന്റെ ഗേറ്റുകൾ പുറത്തുനിന്ന് പൂട്ടാനാണ് അധികാരികൾ പോലീസിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഒക്ടോബർ 1 ആരംഭിച്ച വാൾസ്ട്രീറ്റ് പ്രക്ഷോഭം തുടർന്നുള്ള മാസങ്ങളിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയായിരുന്നു. ആയിരക്കണക്കിന് പേരാണ് സമരത്തിൽ ഇപ്പോഴും സജീവമായി രംഗത്തുള്ളത്. അമേരിക്കൻ മെക്സിക്കൻ അതിർത്തികളിൽ 2 തുരങ്കങ്ങൾ നിർമ്മിക്കുകയും കഞ്ചാവ് വിതരണം നടത്തുകയും ചെയ്ത പ്രതിക്ക് കഠിന തടവ്. 30 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കണമെന്ന് പ്രോസിക്യൂട്ടേഴ്സ് കോടതിയോട് ആവശ്യപ്പെട്ടു. കഞ്ചാവ് വിതരണം നടത്തിയതിനാണ് സാന്റിയാഗോയിൽ ഡാനിയൽ നെവറോയെ ശിക്ഷിച്ചത്. തിജുവാന, സാന്റിയാഗോ എന്നിവിടങ്ങളിലെ വെയർഹൌസുകളുമായി ബന്ധപ്പെടുത്തിയാണ് 2 ടണലുകളും നിർമ്മിച്ചിട്ടുള്ളത്. റെയിൽ കാർ ഉൾപ്പെടെ വെന്റിലേഷൻ, വെളിച്ചം തുടങ്ങിയ സൗകര്യങ്ങളോട് കൂടിയാണ് തുരങ്കങ്ങൾ പണികഴിപ്പിച്ചിട്ടുള്ളത്. മെക്സിക്കോയുടെ അതിർത്തികളിൽ നവംബർ 1 ഫെഡറൽ ഉദ്യോഗസ്ഥരും അരിസോണ അധികൃതരും നടത്തിയ റെയ്ഡിൽ 76 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. 100-ലധികം സ്ഫോടക വസ്തുക്കളും 30 ടൺ കഞ്ചാവ്, കിലോ കൊക്കെയിൻ, 72 കിലോ
ഹെറോയിൻ എന്നിവയാണ് പോലീസ് അന്ന് പിടികൂടിയത്. മെക്സിക്കൻ അതിർത്തി മുതൽ അമേരിക്കയുടെ വിവിധയിടങ്ങളിലേക്കാണ് മയക്കുമരുന്നും കഞ്ചാവും കടത്തുന്നതിനായി ടണലുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഈ 2 തുരങ്കങ്ങളിൽ നിന്നായി 50 ടൺ കഞ്ചാവാണ് അധികൃതർ നടത്തിയ റെയ്ഡിൽ പിടികൂടിയത്. നെവറോയെ 30 വർഷത്തേക്ക് തടവിൽ പാർപ്പിക്കണമെന്ന് പ്രോസിക്യൂട്ടേഴ്സ് കോടതിയിൽ വാദിച്ചു. എന്നാൽ തടവ് ശിക്ഷ 10 വർഷമാക്കി ചുരുക്കണമെന്നും നെവറോയ്ക്ക് കേസുമായുള്ള ബന്ധത്തെക്കുറിച്ച് സർക്കാർ അന്വേഷണം നടത്തണമെന്നും പ്രതിഭാഗം വക്കീൽ കോടതിയോട് ആവശ്യപ്പെട്ടു. വൈറ്റ് ഹൌസിന് നേരെ വെടിയുതിർത്ത പ്രതിയെ പ്രാഥമിക വാദം കേൾക്കുന്നതിനായി കോടതിയിൽ ഹാജരാക്കി. റൊമാരിയോ ഓർട്ടേഗ ഹെർണാണ്ടസിനെയാണ് കോടതിയിൽ ഹാജരാക്കിയത്. 21-കാരനായ ഓസ്കാർ റാമിറോ ഒട്ടേഗ ഹെർണാണ്ടസാണ് വൈറ്റ് ഹൌസിന് നേരെ നിറയൊഴിച്ചത്. നവംബർ 11-ന് ഇയാൾ വെടിവയ്പ് നടത്തുമ്പോൾ പ്രസിഡന്റ് ഒബാമ വൈറ്റ് ഹൌസിൽ ഉണ്ടായിരുന്നില്ല. കാറിൽ വന്ന അക്രമി വൈറ്റ് ഹൌസ് പരിസരത്തേക്ക് കടന്നുകയറി വെടിവെക്കുകയായിരുന്നു. കെട്ടിടത്തിന്റെ തെക്കുവശത്ത് 750 മീറ്റർ അകലെ നിന്നാണ് വെടിയുതിർത്തത്. 2 പ്രാവശ്യം വെടിവെച്ചു. ബുള്ളറ്റുകളിൽ ഒന്ന് 2ാം നിലയിലെ ജനലിൽ തറച്ചിരുന്നു. അത്യന്തം ഗൌരവമേറിയ സുരക്ഷാ പാളിച്ച ഭരണകർത്താക്കളെ തെല്ല് ആശങ്കയിലാക്കിയിരിക്കുകയാണ്. പ്രതിയെ പിടികൂടാനായി എന്നതു മാത്രമാണ് ആശ്വാസം. Mr. Ortega Hernandez was apprehended at the Hampton Inn in White Township approximately 12:20 this afternoon. This is a man who just charged a rifle in downtown D.C. I think that speaks volumes. We're going to need to speak with him to find out just what he was thinking. വെസ്റ്റേൺ പെൻസിൽവാനിയയിലെ ഒരു ഹോട്ടലിൽ നിന്ന് നവംബർ 16-നാണ് ഒട്ടേഗയെ അറസ്റ്റ് ചെയ്തത്. പിടിയിലായ പ്രതിയെ വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയിരുന്നു. ഇപ്പോൾ പ്രതിയുടെ മാനസിക നിലയെക്കുറിച്ച് പരിശോധിക്കാൻ കോടതി ഉത്തരവിട്ടത് ശ്രദ്ധേയമായി. താൻ ആധുനിക യുഗത്തിലെ ജീസസ് ആണെന്ന് അവകാശപ്പെട്ട് ഓസ്കാർ റൊമാരിയോ റെക്കോർഡ് ചെയ്ത വീഡിയോ കണ്ടെത്തിയത് വഴിത്തിരിവാകും. It's not just a coincidence that I look like Jesus. I am the modern day Jesus Christ that you all have been waiting for. ഇത് ഇയാളിലെ മനോരോഗിയെ വെളിവാക്കുന്നതാണെന്നും അതുകൊണ്ട് തന്നെ കേസ് തള്ളിപ്പോകാനാണ് സാധ്യതയെന്നും നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. It's not just a coincidence that I look like Jesus. I am the modern day Jesus Christ that you all have been waiting for. ഇയാൾക്കെതിരെ സാക്ഷി പറയാനായി ആരും എത്തിയിട്ടില്ല. ഈ കേസ് തള്ളാനുള്ള സാധ്യതയ്ക്ക് ഇതും കാരണമാകുമെന്നും പബ്ലിക് ഡിഫൻഡർ ഡേവിഡ് ബോസ് പറഞ്ഞു. എന്നാൽ ഒട്ടേഗ ഫെർണാണ്ടസിന് വലിയ ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നും കണ്ടെത്തലുണ്ട്. ഡൊമസ്റ്റിക് വയലൻസ്, മയക്കുമരുന്ന് തുടങ്ങിയ കുറ്റകൃത്യങ്ങളിലും ഇയാൾക്ക് ബന്ധമുണ്ടെന്ന് പോലീസ് ആരോപിക്കുന്നു. മെരിലാൻഡ് എയർപോർട്ടിൽ യുവതിക്ക് സുഖപ്രസവം. യുവതി ആൺകുഞ്ഞിന് ജന്മം നൽകി. വിമാനത്താവളത്തിലെ വിശ്രമമുറിയിൽ യുവതി ഒരു കുഞ്ഞിന് ജന്മം നൽകിയതായി റിപ്പോർട്ട്. മെരിലാൻഡ് എയർപോർട്ടിലെ സ്ത്രീകൾക്കുള്ള വിശ്രമമുറിയിലാണ് യുവതി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയത്. വിമാനം കയറാനെത്തിയപ്പോൾ കഠിനമായ പ്രസവവേദനയുണ്ടായതിനെ തുടർന്ന് വിമാനത്താവളത്തിലെ അധികൃതരാണ് യുവതിയെ സ്ത്രീകളുടെ വിശ്രമമുറിയിലേക്ക് മാറ്റിയത്. തുടർന്ന് യുവതി പ്രസവിക്കുകയായിരുന്നു. അമ്മയും കുഞ്ഞും പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്നുവെന്ന് അധികൃതർ പറഞ്ഞു. പ്രസവത്തിന് ശേഷം യുവതിയെയും കുഞ്ഞിനെയും ബാൾട്ടിമോർ വാഷിംഗ്ടൺ മെഡിക്കൽ സെന്ററിലേക്ക് മാറ്റി. യുവതിയുടെ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. ഹാരി പോട്ടർ ആൻഡ് ദ ഡെത്ലി ഹാലോസിന് 2 പുരസ്കാരങ്ങൾ. ഏറ്റവും നല്ല ഫീച്ചർ സിനിമ, ബാഫ്റ്റ കിഡ്സ് വോട്ട് എന്നീ പുരസ്കാരങ്ങളാണ് സിനിമ സ്വന്തമാക്കിയത്. JK റൌളിംഗിന്റെ വിഖ്യാത രചനയായ ഹാരി പോട്ടറിനെ തേടി വീണ്ടും പുരസ്കാരങ്ങൾ. ഹാരി പോട്ടർ ആൻഡ് ദ ഡെഡ്ലി ഹാലോസ് പാർട്ട് 2-നെ തേടിയാണ് ബാഫ്റ്റ ഫിലിം അവാർഡിലെ 2 സുപ്രധാന പുരസ്കാരങ്ങൾ തേടിയെത്തിയത്. മികച്ച സിനിമയ്ക്കും ബാഫ്റ്റ കിഡ്സ് വോട്ട് തുടങ്ങിയ പുരസ്കാരങ്ങളുമാണ് ഹാരി പോട്ടറിന് ലഭിച്ചത്. ഓൺലൈൻ മീഡിയ, ഗെയിംസ്, ടെലിവിഷൻ, ഏറ്റവും നല്ല കുട്ടികൾക്കുള്ള സിനിമ എന്നീ കാറ്റഗറികളിലാണ് ചിത്രം മത്സരിച്ചത്. 7 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള 4 ലക്ഷം കുട്ടികൾ ഓൺലൈൻ വോട്ടെടുപ്പിലൂടെയാണ് ഹാരി പോട്ടർ തങ്ങളുടെ ഇഷ്ടചിത്രമായി തിരഞ്ഞെടുത്തത്. ചിത്രത്തിൽ പ്രൊഫസർ ഫിലിയസിന്റെ റോൾ അഭിനയിച്ച വാർവിക് ഡേവിസ് ആണ് ഞായറാഴ്ച നടന്ന അവാർഡ് ദാന ചടങ്ങിൽ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയത്. Huge honor, just as one of the actors from these films, to be up here and to receive this on behalf of what is quite an amazing production team, starting with J.K. Rowling, of course, who created the material, through to the fabulous producers, David Yates, the director, and then the producers, David Barron and David Heyman, and then the amazing cast that consisted of everyone in British acting, and by the end of the 8th film we ran out of British actors, so we couldn't have made any more anyway. And also to the fans, thank you for supporting the films through the past 10 years and onwards. Thank you very much. ദ വോയിസ് ഓഫ് ദ എപ്പോണിമസ് പിഗ്ലെറ്റിലെ മികച്ച അഭിനയത്തിന് 9 വയസ്സുകാരി ഹാഡ്ലി ബേർഡ് മികച്ച നടിക്കുള്ള അവാർഡ് നേടി.
and Phil for letting me have the opportunity to be Peppa. So thank you. യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള പരിപാടിക്ക് CBBCയുടെ നാച്ചുറൽ ഹിസ്റ്ററി പ്രോഗ്രാമായ ഡെഡ്ലി 60 പുരസ്കാരം നേടി. കഴിഞ്ഞ 40 വർഷമായി BBCയിൽ അവതരിപ്പിക്കുന്ന ന്യൂസ് ബുള്ളറ്റിനായ ന്യൂസ് റൗണ്ട് പ്രത്യേക അവാർഡിന് അർഹമായി. പ്രീ സ്കൂൾ അനിമേഷൻ കാറ്റഗറിയിൽ ടെലിവിഷൻ സീരീസായ പെപ്പ പിഗ് 2005 ശേഷം രണ്ടാം തവണയും പ്രത്യേക പുരസ്കാരത്തിന് അർഹരായി. ലണ്ടനിൽ നടന്ന പരിപാടിയിൽ കൊമേഡിയൻ ജാക്ക് വൈറ്റ്ഹാൾ, നടൻ മാർട്ടിൻ കെംപ്, ഗായകൻ ഹീഡി റേഞ്ച്, ബാലസാഹിത്യകാരൻ ആന്റണി ഹെറോവിറ്റ്സ്, പ്രൊഫസർ നെത്യ ബൈറൻ, നടി ഡെക്കോട്ട ബ്ലൂറിഡ്ജ് എന്നിവരും പങ്കെടുത്തു. ബ്രിട്ടീഷ് സംവിധായകൻ കെൻ റസൽ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. തുടർച്ചയായുണ്ടായ പക്ഷാഘാതമായിരുന്നു കെൻ റസലിന്റെ മരണത്തിനിടയാക്കിയത്. ആശുപത്രിയിലായിരുന്നു അന്ത്യം. 1969 പുറത്തിറങ്ങിയ വുമൺ ഇൻ ലവ് ആയിരുന്നു റസലിന്റെ ശ്രദ്ധേയ ചിത്രം. Pity we aren't madder. Oh, you beautiful doll, you great big beautiful doll. Let me put my arms around you. 2 പതിറ്റാണ്ടുകളിൽ ചലച്ചിത്ര ലോകത്ത് ഏറ്റവും തിരക്കേറിയ സംവിധായകനായിരുന്നു കെൻ റസൽ. Why have you come? And why do you want to drive them mad? They're nasty in turn. Turn where? Turn against you. Turn against me? Well, anyway, they gored one of the farmer's cows to death the other day. What do I care? I care, seeing they're my cattle. How are they yours? You haven't swallowed them. Give me one of them. Now! You know where they are. Yeah? You think I'm frightened of you and your cattle, don't you? Why should I think that? That's why. You struck the first blow. ചിത്രീകരണത്തിലും സിനിമാ ഭാഷയിലും തന്റേതായ ഒരു പാത സൃഷ്ടിക്കാൻ കഴിഞ്ഞ സംവിധായകനായിരുന്നു കെൻ. അനുകരണീയമായ ഒരു നവഭാവം സിനിമയിൽ സൃഷ്ടിക്കാൻ റസലിന് കഴിഞ്ഞുവെന്നതിന്റെ തെളിവായിരുന്നു ദ ഡെവിൾസ് എന്ന ചിത്രം. The Devils Burn. An explosive film. Absolutely brilliant. ABC TV. Superbly, frighteningly effective. Time magazine. But of course I can prove nothing. This Mother Superior may be little more than a hysterical nun. Exactly. Mere conjecture. And what form does this incubus take? സംവിധായകൻ, രചയിതാവ്, നിർമ്മാതാവ്, ക്യാമറാമാൻ, എഡിറ്റർ, അഭിനയം തുടങ്ങി സിനിമയുടെ എല്ലാ മേഖലകളും കെൻ റസൽ അനായാസം കൈകാര്യം ചെയ്തു. Look, let's find somewhere and sit down. Oh, St. Petersburg wears me out. We can go back to Moscow if you like, tonight. Oh, that would be lovely. We could have a nice nightcap on the train and a nice long sleep. സിനിമയുടെ വഴി തിരഞ്ഞെടുക്കും മുമ്പ് വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ടിരുന്നു.
സ്റ്റിൽ ഫോട്ടോഗ്രാഫറായും നർത്തകനായും പ്രവർത്തിച്ചു. പട്ടാളത്തിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഭൂകമ്പത്തിന് ശേഷം അമേരിക്കൻ ന്യൂക്ലിയർ പ്ലാന്റിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചു. വെർജീനിയ പവേഴ്സും നോർത്ത് അന്ന പവർ സ്റ്റേഷനും 100% ശക്തമായി പ്രവർത്തിക്കുമെന്ന് ന്യൂക്ലിയർ റെഗുലർ കമ്മീഷൻ വെബ്സൈറ്റുകൾ പറഞ്ഞു. ഓഗസ്റ്റ് 23-ന് റിക്ടർ സ്കെയിലിൽ 5.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായതിനെ തുടർന്നാണ് ന്യൂക്ലിയർ പ്ലാന്റുകൾ അടച്ചുപൂട്ടിയത്. നവംബർ 11-ന് പ്രവർത്തനം പുനരാരംഭിക്കുമെന്ന് ഫെഡറൽ റെഗുലേറ്റേഴ്സ് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഭൂചലനത്തിൽ പ്ലാന്റിന് തകരാർ സംഭവിച്ചിരുന്നില്ലെന്ന് അധികൃതർ വ്യക്തമാക്കിയതിനെ തുടർന്നാണ് പ്രവർത്തനം പുനരാരംഭിച്ചത്. സുരക്ഷ ഉറപ്പുവരുത്തിയതിനു ശേഷം പ്ലാന്റിന്റെ പ്രവർത്തനം പുനരാരംഭിക്കണമെന്ന നിർദ്ദേശത്തെ തുടർന്നാണ് പൂട്ടിയിട്ടത്. ശ്രദ്ധേയമായ ഒരു വിധി പ്രഖ്യാപനം നവംബർ 29-ന്. മരണം വന്നിട്ടും വാർത്തകളിൽ നിന്നും ഒഴിയാത്ത മൈക്കിൾ ജാക്സൺ ഈ ഒരു ദിവസം വീണ്ടും സജീവ ചർച്ചയാകും. മൈക്കിൾ ജാക്സന്റെ കൊലപാതക കുറ്റം ചുമത്തപ്പെട്ട ഡോക്ടർ കോൺറാഡ് മുറയുടെ വിധി നിർണയത്തിന് ഇനി ഒരു രാത്രി മാത്രം. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കാണ് മുറയ്ക്കെതിരെ കേസ് ചുമത്തിയിരിക്കുന്നത്. ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസ് റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള ശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. 4 വർഷത്തെ ശിക്ഷ ലഭിക്കാനാണ് സാധ്യത. 4 വർഷം മുഴുവൻ ശിക്ഷ അനുഭവിച്ചാൽ ലൈസൻസ് താനെ റദ്ദാകും. മുറെ കുറ്റക്കാരനെന്ന് നവംബർ 7-ന് കോടതി വിധിച്ചിരുന്നു. We, the jury in the above entitled action, find the defendant, Conrad Robert Murray, guilty of the crime of involuntary manslaughter in violation of Penal Code Section 192, subsection B. Alleged victim, Michael Joseph Jackson. Alleged date of June 25th, 2009. Is this your verdict? Is this your individual and personal verdict? So say you one, so say you all. എന്നാൽ ഡോക്ടർ കോൺറാഡ് മുറയുടെ കുറ്റകൃത്യ ചരിത്രം ശൂന്യമാണ്. അതുകൊണ്ട് തന്നെ ശിക്ഷ നാമമാത്രമായിരിക്കുമെന്ന് പ്രതിഭാഗം നിയമജ്ഞർ വിലയിരുത്തുന്നു. എന്നും വാർത്തകൾക്കൊപ്പം സജീവമായിരുന്ന ജാക്സൺ എന്ന സംഗീത മാന്ത്രികന്റെ പുതിയ വാർത്ത എന്തായിരിക്കും? കാത്തിരിക്കാം ഒരു ദിവസം കൂടി. തിരിച്ചുവരാം ഇടവേളയ്ക്ക് ശേഷം. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരുന്നു. ഇനി മലയാളി കമ്മ്യൂണിറ്റി വാർത്തകൾ. ബ്രിട്ടീഷുകാർ നിർമ്മിച്ച മുല്ലപ്പെരിയാർ ഡാം 35 ലക്ഷം ജനങ്ങൾക്ക് ഭീഷണിയാകുന്ന സാഹചര്യം ഒഴിവാക്കാൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇടപെടണമെന്നാവശ്യപ്പെട്ട് ടോം ജോസ് തടിയമ്പാട്ട് നിവേദനം നൽകി. മുല്ലപ്പെരിയാർ തകർന്നാൽ കേരളത്തിനോ ഇന്ത്യക്കോ മാത്രമല്ല അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുന്നതെന്നും ഇതിനെ അന്താരാഷ്ട്ര പ്രശ്നമായി കണക്കാക്കണമെന്നും നിവേദനത്തിൽ പറയുന്നു. ബ്രിട്ടനിൽ താമസമാക്കിയിട്ടുള്ള നിരവധി മലയാളികളുടെ കുടുംബങ്ങളാണ് കടുത്ത ഭീഷണി നേരിടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി പുതിയ ഡാം നിർമ്മിക്കാൻ വേണ്ടത് ചെയ്യണമെന്ന് നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. ഓവർസീസ് റിട്ടയർഡ് മലയാളീസ് ഇൻ അമേരിക്ക ദേശീയ നിർവാഹക സമിതിയുടെ ആഭിമുഖ്യത്തിൽ മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും നൽകിയ ഫാക്സ് സന്ദേശത്തിലാണ് ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചത്. മുൻകരുതലുകൾക്കായി അണക്കെട്ടിനെ നിരീക്ഷിക്കുന്ന വെബ് ക്യാമറ സ്ഥാപിക്കണമെന്നും സന്ദേശത്തിൽ നിർദ്ദേശമുണ്ട്. സെന്റ് അൽഫോൺസ സീറോ മലബാർ കാത്തലിക് ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഇന്റർ ചർച്ച് യൂത്ത് വോളിബോൾ ടൂർണമെന്റിൽ സെന്റ് അൽഫോൺസ കാത്തലിക് ചർച്ച് ടീം ജേതാക്കളായി. സെന്റ് മേരീസ് മലങ്കര ഓർത്തഡോക്സ് ചർച്ച് ടീം റണ്ണേഴ്സ് അപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടു. സെന്റ് അൽഫോൺസ പള്ളി വികാരി ഫാദർ മാത്യു ശാശേരിൽ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ഒരു ദേശത്തിന്റെ തന്നെ ദുരന്തത്തിന്റെ നെരിപ്പോടായി മാറാൻ പോവുകയാണ് കേരളത്തിന്റെ സ്വന്തം മുല്ലപ്പെരിയാർ ഡാം. സ്ഥിതി കേരളത്തിലാണെങ്കിലും മുല്ലപ്പെരിയാർ ഡാമിന്റെ ഗുണം മുഴുവനും അനുഭവിക്കുന്നത് തമിഴ്നാട്ടിലെ ജനങ്ങളും അവിടുത്തെ വയലേലകളുമാണെന്ന് നമുക്കറിയാം. പക്ഷേ എന്നിട്ടും തമിഴ്നാട് നമ്മളോട് ക്രൂരതകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഒപ്പം കേന്ദ്രവും അതിന് കൂട്ടുനിൽക്കുന്നു എന്നറിയുമ്പോഴാണ് മലയാളികൾ ഒന്നടങ്കം ഉണർന്നെഴുന്നേൽക്കേണ്ട കാലമായി എന്ന് നമുക്ക് തോന്നുന്നത്. ഇവിടെ കക്ഷിഭേദമന്യേ രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിക്കേണ്ട അവസരമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട അമേരിക്കൻ മലയാളികളെ, അതുപോലെ നാട്ടിലെ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരെ, ഈ സമയം ഒത്തൊരുമിച്ച് ഒരേ മനസ്സോടെ, ഒരേ ഹൃദയത്തോടെ, ഒരേ മസ്തിഷ്കത്തോടെ നാം പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. MCN ന്യൂസും ഈ പ്രത്യേക ഘട്ടത്തിൽ ഹൃദയപൂർവ്വം നിങ്ങളോട് സഹകരിക്കുന്നു. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുന്നതിനായി കേരളത്തിൽ വ്യാപക പ്രതിഷേധങ്ങൾ.
സംസ്ഥാനത്താകമാനം വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള സമരങ്ങൾ ഇപ്പോൾ അരങ്ങേറുകയാണ്. ഇതിനിടെ മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി പെയ്യുന്ന മഴയിൽ ഡാമിലേക്കുള്ള നീരൊഴുക്ക് കൂടി. ഇതോടെ ഡാമിലെ ഇപ്പോഴത്തെ ജലനിരപ്പ് 136.5 അടിയായി. ഇതിനെ തുടർന്ന് വെള്ളം സ്പിൽവേയിലൂടെ ഒഴുകി തുടങ്ങി. ബലക്ഷയവും കാലപ്പഴക്കവും കൊണ്ട് തകരാറായ 116 വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാറിന് താങ്ങാവുന്നതിലുമേറെയാണ് ഇത്. ഇതോടെ ഡാമിന് സമീപത്ത് താമസിക്കുന്ന ജനങ്ങൾ കൂടുതൽ പരിഭ്രാന്തരായി. ഭൂചലനങ്ങളും തുടർചലനങ്ങളും അടിക്കടി സംഭവിക്കുന്നതും ഡാമിനെക്കുറിച്ചുള്ള ആശങ്ക വർദ്ധിപ്പിക്കുന്നു. പുതിയ ഡാം നിർമ്മിച്ച് 35 ലക്ഷത്തോളം ജനങ്ങളെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇടുക്കി ജില്ലയിൽ LDFും UDFും ഹർത്താൽ ആചരിച്ചു. കേരള കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ഇടുക്കി, എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. BJPയും ഹർത്താലിന് ആഹ്വാനം ചെയ്തു. പീരുമേട് MLA BS ബിജിമോളുടെ നേതൃത്വത്തിൽ ഉപ്പുതറയിൽ കഴിഞ്ഞ ദിവസം ആരംഭിച്ച നിരാഹാര സത്യാഗ്രഹം ഇന്നും തുടരുന്നു. ഇടുക്കി MLA റോഷി അഗസ്റ്റിൻ തിരുവനന്തപുരത്ത് നിരാഹാര സത്യാഗ്രഹം തുടങ്ങി. പ്രധാനമന്ത്രിയിൽ തനിക്ക് വിശ്വാസമാണെന്നും അനുകൂലമായ ഒരു ഫോൺ വിളിക്കായി താൻ കാത്തിരിക്കുകയാണെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അറിയിച്ചു. പ്രധാനമന്ത്രി അടക്കമുള്ള കേന്ദ്ര നേതാക്കളെ പൂർണ്ണമായും ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിച്ചു. അപ്പോൾ ഇനി പ്രധാനമന്ത്രിയുടെ ഒരു വിളി കാത്തിരിക്കുകയാണ് ഞാൻ. തമിഴ്നാടുമായിട്ടുള്ള നല്ല ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാനാണ് കേരളം മുമ്പോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശം. തമിഴ്നാടിന്റെ വെള്ളം മുട്ടിക്കുക എന്നത് കേരളത്തിന്റെ നിലപാടല്ലെന്നും എത്രയും വേഗം പുതിയ ഡാം നിർമ്മിക്കുമെന്നും മന്ത്രി KM മാണി അറിയിച്ചു. നമ്മുടെ സ്ഥലത്ത് നമ്മുടെ ചെലവിൽ നമ്മളൊരു ഡാം നിർമ്മിക്കുന്നതിനെ ആർക്കും എതിർക്കാൻ കഴിയില്ല. അങ്ങനെ എതിർത്താൽ നമ്മൾ അതിനെ ഒരു കാര്യം അത് നമ്മൾ അവഗണനയോടുകൂടി അവജ്ഞയോടുകൂടി അതിനെ തള്ളിക്കളയും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ 2 പറഞ്ഞല്ലോ, എന്ത് ചെയ്യാൻ കഴിയും? ഉടനടി പുതിയ ഡാമിന്റെ നിർമ്മാണത്തിലേക്ക് പോകും. കേന്ദ്ര ഗവൺമെന്റ് പ്രധാനമന്ത്രി കുറച്ചുകൂടി ശക്തമായ സമ്മർദ്ദം തമിഴ്നാടിന് മേൽ ചെലുത്തുന്നു എങ്കിൽ ന്യായമായി ഈ ആവശ്യം നിരാകരിക്കാൻ ഒരു സംസ്ഥാന ഗവൺമെന്റിന് കഴിയുകയില്ല. കേരളത്തിലെ ഇടത് വലത് MPമാർ കഴിഞ്ഞ ദിവസം പാർലമെന്റിന് മുന്നിൽ സത്യാഗ്രഹം നടത്തി. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തൊട്ടാകെ സമരങ്ങൾ നടക്കുകയാണ്. ഇടുക്കി ജില്ലയിലെ പല ഭാഗങ്ങളിലും ജനങ്ങൾ റോഡ് ഉപരോധിച്ചു. ഇത് കാരണം ഇടുക്കി തേനി ഹൈവേയിൽ മണിക്കൂറുകളോളം ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. എന്നാൽ ലക്ഷക്കണക്കിന് പേരുടെ ജീവൻ രക്ഷിക്കാനായുള്ള ഈ ജീവൻ മരണ പോരാട്ടത്തെ കണ്ടില്ലെന്ന് നടിക്കുകയാണ് കേന്ദ്ര സർക്കാർ. We are trying to find a amicable solution. There is anxiety and fear in Kerala regarding the safety of the dam. Today also morning I had a discussion with my colleague, Water Resource Minister. He is also trying to find an amicable solution. ഡാം തകരും. അത് ഇടുക്കിയിലെ ഒരു 5 ലക്ഷം ആൾ മരിക്കും. എറണാകുളം ജില്ലയിലെ 30 ലക്ഷം ആൾ മരിക്കും. ആലപ്പുഴ ജില്ലയിലെ 20 ലക്ഷം ആളുകൾ മരിക്കും. കോട്ടയം ജില്ലയിലെ ഒരു 6-7 ലക്ഷം ആളുകൾ മരിക്കും. പത്തനംതിട്ട ജില്ലയിലും 6-7 ലക്ഷം ആളുകൾ മരിക്കും. തൃശ്ശൂർ ജില്ലയിൽ 6-7 ലക്ഷം ആളുകൾ മരിക്കും. ആകെ 70 ലക്ഷം ആളുകൾ മരിക്കും. ഞങ്ങൾ മെമ്മോറാണ്ടം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. തമിഴ്നാടിന് വെള്ളം കൊടുക്കും. തമിഴ്നാടിന് ഇപ്പം കിട്ടുന്നതിനേക്കാൾ ഒരു തുള്ളി കുറയാതെ വെള്ളം കൊടുക്കും. ഈ കാര്യം ഞങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്.
ഈ 2 മന്ത്രിമാർക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. അനുഭാവം. കാരണം ഇത് നിങ്ങൾ വെള്ളം കൊടുക്കും, അതുപോലെ ഈ വെള്ളം മാത്രമല്ല 140 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ വൈദ്യുതി ഉൽപ്പാദനവും അവർക്ക് നടത്താം. ഡാം പൊട്ടിയാൽ എന്താ സ്ഥിതി? ഡാം പൊട്ടിയാൽ തമിഴ്നാട്ടിലെ 5 ജില്ലകൾക്കാണ് ഈ വെള്ളം കിട്ടുന്നത്. തേനി, മധുര, ഡിണ്ടിഗൽ, രാമനാഥപുരം, ശിവഗംഗ, ഈ 5 ജില്ലകളിലേക്ക് പിന്നെ ഒരു തുള്ളി വെള്ളം കിട്ടുകയില്ല. കുടിവെള്ളം പോലും ഉണ്ടാകില്ല. 1.5 ലക്ഷം ആളുകൾ പട്ടിണിയിലാകും. കുടിവെള്ളമില്ലാതെ അവർ ദാഹിച്ചു വലയും. മധ്യകേരളത്തിലെ 4 ജില്ലകളിൽ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് പേർ ഇന്ന് ഉറക്കമിളച്ച് കാത്തിരിക്കുകയാണ്. പെട്ടെന്നുണ്ടാകുന്ന ഒരു ചലനം പോലും താങ്ങാൻ കഴിയാത്ത മുല്ലപ്പെരിയാർ അണക്കെട്ടിന് ഒന്നും സംഭവിക്കരുതേ എന്ന പ്രാർത്ഥനയുമായി. സ്വന്തം നാട്ടിലെ ജനങ്ങൾക്ക് ഭീഷണിയായ കൂടംകുളം ആണവ വൈദ്യുത നിലയത്തിനെ എതിർക്കുകയും ലക്ഷക്കണക്കിന് പേരുടെ ജീവന് ഭീഷണിയായ മുല്ലപ്പെരിയാർ പൊളിക്കരുതെന്ന് വാദിക്കുകയും ചെയ്യുന്ന തമിഴ്നാട് സർക്കാരിന്റെ വാദങ്ങൾക്കുള്ളിലെ പൊള്ളത്തരങ്ങൾ ഒന്നൊന്നായി തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് സമയത്തും കേൾക്കാവുന്ന ഒരു പ്രളയത്തിന്റെ ഉഗ്രശബ്ദം, കുറെ നിലവിളികൾ, എല്ലാത്തിനെയും തുടച്ചു നീക്കി പായാനായി കാത്തിരിക്കുകയാണ് മുല്ലപ്പെരിയാർ എന്ന മാരകശേഷിയുള്ള ജലബോംബ്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാമെന്ന ആവശ്യത്തിനായുള്ള MCN ന്യൂസിന്റെ പ്രചരണങ്ങൾ ഇവിടെ തുടങ്ങുന്നു. പ്രിയ പ്രേക്ഷകരും നമ്മോടൊപ്പമുണ്ട് എന്ന പ്രതീക്ഷയോടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ന്യൂവെറ്റ് ഗിൻഗ്രിച്ചിന്. ഒക്യുപൈ ലോസ് ആഞ്ചലസ് 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അമേരിക്ക മെക്സിക്കൻ അതിർത്തികളിൽ തുരങ്കങ്ങൾ നിർമ്മിച്ച പ്രതിക്ക് കഠിനത. ഇതോടെ ഇന്നത്തെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.